വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ ദിവസത്തില് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഒരു 10% പേര് മാത്രം പാസ്സായ ഒരു പരീക്ഷയാണ്. അതിലെ I+ന്റെ വിജയത്തിളക്കം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും വലുതാണ്. 300-ലധികം വിദ്യാർത്ഥികളാണ് I+ന്റെ ടീമിൽ നിന്ന് നമ്മുടെ വിജയത്തിലേക്ക് എത്തിയത്. നിതിൻ സാറേ, സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാമോ? അപ്പോ അടുത്ത ഊഴം നിങ്ങളുടേതാണ്. ഈ ഒരു അവസരത്തിലേക്കാണ് നമ്മുടെ ഈ ക്ലാസ്, ഈ വെബിനാർ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നത്. ഭാഗ്യ ടീച്ചറും അതുപോലെ അതുൽ സാറും ഒക്കെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു കോഴ്സിനെ പറ്റി പറയാനായിട്ടല്ല, എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ, ഇത്രത്തോളം വിദ്യാർത്ഥികൾ പാസ്സായത് എന്നുള്ളതിന്റെ വിജയമന്ത്രങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതിനൊരു ആമുഖമായിട്ട് നിങ്ങളോടൊരു 1-2 മിനിറ്റ് മാത്രം സംസാരിച്ചിട്ട് ഭാഗ്യ ടീച്ചറിനോട്, നമ്മുടെ പേപ്പർ 1 ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള JRF സ്കോളർഷിപ്പും സെറ്റും കേറ്ററ്റും അടക്കം മത്സര പരീക്ഷകൾ ഒന്നാകെ I+ന്റെ ടീമിനോടൊപ്പം നിന്ന് പഠിച്ച് വിജയിച്ച് അധ്യാപികയായിട്ട് കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇന്നുകൂടി ടീച്ചർ നെറ്റിന്റെ ഒരു ക്ലാസിന്റെ ഒക്കെ ഉദ്ഘാടനത്തിനായിട്ട് സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം തിരിച്ചെത്തിയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ടീച്ചറിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. അതിനു മുൻപ് ഒരേ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. 4-5 വർഷങ്ങൾക്ക് മുൻപ് I+ തുടങ്ങുമ്പോൾ ആദ്യം വന്ന നെറ്റ് സെറ്റ് വിദ്യാർത്ഥികളുടെ ബാച്ച് മുതൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ്, നേരത്തെ തുടങ്ങുന്നവരും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉറപ്പായിട്ടും പരീക്ഷ പാസ്സാവുന്ന ഒരു ട്രെൻഡ് അല്ലേ ടീച്ചറെ? നമ്മുടെ ഈ വിജയികളായിട്ടുള്ളവരും ഏതെങ്കിലും ജീവിതത്തിൽ എന്ത് കാര്യത്തെ വിജയിച്ചവർക്കും നിങ്ങൾ തന്നെ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയ ജ്യോതിയും ലക്ഷ്മിയും അലീനയും ഒക്കെ ചാറ്റ് ബോക്സിൽ ഹായ് ഒക്കെ പറഞ്ഞ പേരുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു മൊമെന്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു തംസപ്പ് തന്നെ. നിങ്ങളൊന്ന് പരിശ്രമിച്ച് അതിനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് വിജയിക്കാൻ സാധിച്ചവര് ഒരു തംസപ്പ് തന്നെ. ഒരുപാട് ആളുകൾ ചാറ്റ് ബോക്സിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടും സുറുമിയൊക്കെ കാണാൻ പറ്റാത്ത അത്ര ആളുകളുടെ തംസപ്പ് ഇവിടെ വാരി വിതറി പോകുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ ഉള്ളിൽ ആ കോൺഫിഡൻസ് ഒന്ന് ഇൻസ്റ്റിൽ ചെയ്തേ, അത് മാത്രം മതി നമുക്ക് വിജയിക്കാൻ. ഈ വിജയ് സൂപ്പറും പൗർണമിയിലെ പോലെ വിജയ് സൂപ്പറാന്ന് കണ്ണാടി നോക്കി പറയുന്ന കോൺഫിഡൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. വർക്ക് ചെയ്യാൻ കൂടി വില്ലിങ് ആയി നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിന് തയ്യാറെടുത്താൽ കോൺഫിഡൻസ് അറിയാതെ നമ്മുടെ ഉള്ളിൽ വരും. അല്ലേ ശ്യാമ, അപർണ? എന്നാൽ നമ്മൾ തയ്യാറെടുത്തില്ലെങ്കിൽ ആരുടെ മോട്ടിവേഷൻ, അത് എന്റെ മോട്ടിവേഷനോ നമ്മൾ ഏത് വലിയ ട്രെയിനറുടെ മോട്ടിവേഷൻ കേട്ടാലും തയ്യാറെടുപ്പില്ലാതെ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല. കോമൺ സെൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര ഫോർച്ചുനേറ്റ് ആണ്, ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാര്യം ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇന്നലെ കഴിഞ്ഞു പോയി. ഏറ്റവും അടുത്ത മൊമെന്റ്, ബെസ്റ്റ് മൊമെന്റ് ഇന്നാണ്. നിങ്ങൾ I+ൽ ചേരുകയോ ചേരാതിരിക്കുകയോ സെൽഫ് സ്റ്റഡിയോ ഏത് മോഡിൽ പഠിച്ചാലും ഇന്ന് മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് ജാനുവരി വരെ പഠിക്കാമോ? കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. ഞാൻ I+ന്റെ വിജയ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മുടെ കോഴ്സ് 70%-ലധികം പഠിച്ച 90%-ലധികം വിദ്യാർത്ഥികളും സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു പോളിസിയും അതാകട്ടോ, 70%-ലധികം പേപ്പർ 1ഉം പേപ്പർ 2ഉം നമ്മുടെ അടുത്ത് ട്രെയിനിങ് എടുത്ത് പഠിച്ചു. നിങ്ങൾ പരീക്ഷ എഴുതി ഫെയിൽ ആവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം I+ഉം ഞാനും പേഴ്സണലി ഭാഗ്യ ടീച്ചറും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരവസരം കൂടി 1 രൂപ പോലും ചിലവില്ലാതെ പഠിക്കാനും പറ്റും. എത്ര സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, പലരും ചെയ്യുന്നുണ്ടാവാം. ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ തരുന്ന കണ്ടന്റ് 70% പഠിച്ചിട്ട് പാസ്സാവുന്നില്ല, അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് കൂടി വ്യക്തിപരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്യുന്നുണ്ട്. അപ്പോ അടുത്ത ഊഴം നിങ്ങളുടേതാണ്. നമുക്ക് പരീക്ഷയുടെ രീതികളൊന്ന് നോക്കിയാലോ? ചോദ്യങ്ങൾ എത്രയുണ്ട്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 120 ചോദ്യങ്ങൾ വീതമുള്ള 2 പേപ്പർ. പല വിദ്യാർത്ഥികളും വരുത്തുന്ന ഒരു പിഴവ്, സബ്ജക്ട് ഏരിയ അവർ ഫോക്കസ് ചെയ്യും. ഇന്നൊരു കുട്ടി നമ്മുടെ യൂട്യൂബിന്റെ കമന്റിൽ കണ്ടതാ, 110 മാർക്ക് പേപ്പർ 2 സ്കോർ ചെയ്തു. പേപ്പർ 1 44 മാർക്കാണ് സ്കോർ ചെയ്തത്. ആ കുട്ടി ക്ലിയർ ആയില്ല. എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. ശരിക്കും 110 120 സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കോറാണ്. നമ്മുടെ ആ ഒരു സക്സസ് സ്റ്റോറീസ് ഇട്ട വീഡിയോയുടെ താഴെയാണെന്ന് തോന്നുന്നു ആ കമന്റ് കണ്ടത്. 44 മാർക്കേ കിട്ടിയുള്ളൂ. പാസ്സാവണമെങ്കിൽ 48 മാർക്കാണ് ജനറൽ കാറ്റഗറിയിൽ പേപ്പർ 1 വേണ്ടത്.
അപ്പോ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ഭാഗ്യ ടീച്ചർ പറയും. ബേസിക് ആയിട്ട് 2 പേപ്പർ ഉണ്ട്. ജനറൽ ഏരിയയിൽ കറണ്ട് അഫയേഴ്സ് അടക്കം അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഒരു 30 ചോദ്യമൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ വരാനുള്ള സാധ്യതകൾ പല വർഷങ്ങളിലും കണ്ടിട്ടുണ്ട്. 2 മണിക്കൂറിന്റെ 2 ഷിഫ്റ്റ് ആണ്. രാവിലെ പേപ്പർ 1, ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ. അങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയുടെ മറ്റ് ഡീറ്റെയിൽസും ക്രൈറ്റീരിയകളും ഒക്കെ ഭാഗ്യ ടീച്ചർ പറയും. ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും. സിലബസിനെ പറ്റി ഒരു അനാലിസിസ് നൽകും. എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും കൃത്യമായിട്ട്. ഭാഗ്യ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടുകൂടിയും സ്വാഗതം ചെയ്യും. ഗുഡ് ഈവനിങ് ടു ഓൾ. ഗുഡ് ഈവനിങ് മക്കളെ. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പരീക്ഷ? പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല, അടുത്ത പ്രാവശ്യം എനിക്ക് നേടാൻ കഴിയോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഗുഡ് ഈവനിങ് ടു ഓൾ. ഞാൻ പറയുന്നത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതാണ് എങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ പറയേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മള് പുതിയൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതായത് ഇപ്പോ 1-2 വട്ടം എഴുതിയിട്ടുള്ളവരുണ്ടാകാം. കഴിഞ്ഞ പ്രാവശ്യം സാറ് പറഞ്ഞ പോലെ എഴുതി ജസ്റ്റ് ചില മാർക്കുകൾക്കൊക്കെ 1-2 മാർക്കിനൊക്കെ പെർസെന്റേജിനൊക്കെ പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് ട്രയൽ നോക്കുക. ഇപ്പൊ ഞാൻ BEd ഫസ്റ്റ് സെമസ്റ്റർ ആണ്. ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിൽ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല, നമുക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ പല രീതിയിൽ പല കാറ്റഗറൈസിൽ നിൽക്കുന്ന കുട്ടികൾ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവാം. 2, 3, 4 തവണ എഴുതിയിട്ട് പരീക്ഷ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവരും ഉണ്ടാകും. അത്തരത്തിലുള്ള കുട്ടികളും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് മേഖലയിൽ നിൽക്കുന്ന ആളാണ് എങ്കിലും ആദ്യം നമുക്കൊരു ആത്മവിശ്വാസം വേണം. ഐ ക്യാൻ. അടുത്ത് വരുന്ന 2025 ആദ്യം വരുന്ന സെറ്റ് പരീക്ഷ ഞാൻ ക്വാളിഫൈ ചെയ്യും. ആ ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഒന്ന് പറഞ്ഞേ, നിങ്ങളിൽ എത്ര പേർക്ക് ആത്മവിശ്വാസം ഉണ്ട്? ഐ ക്യാൻ, എനിക്ക് പറ്റും, അടുത്ത പരീക്ഷ ഞാൻ ക്വാളിഫൈ ചെയ്യും എന്ന ആത്മവിശ്വാസം ഉള്ളവർ ആരൊക്കെയാ? ഒന്ന് തംസ് അപ്പ് വന്നേ, അല്ലെങ്കിൽ ഐ ക്യാൻ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ ഇട്ടെ. ഇതാ ഇവിടെ സൗമ്യ ഇട്ടിട്ടുണ്ട്. സൗമ്യക്ക് കഴിയും, അടുത്ത പരീക്ഷ ഞാനാക്കും. സുറുമി, അപർണ, ജ്യോതി, ഐശ്വര്യ, ഒരുപാട് പേര് പറയുന്നുണ്ട്. യെസ് മക്കളെ, ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇതൊരു ബാലികേറാമലയൊന്നുമല്ല. ഞാനും നിങ്ങളും അടക്കം എല്ലാവരും BEd പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ജനറൽ പേപ്പറിൽ വരുന്നത്. പിന്നെ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, PG ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം. ആ ബേസിൽ നിന്നുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏതിലും വരുന്നത്, നമ്മുടെ സബ്ജക്ട് പേപ്പറിലും വരുന്നത്. പിന്നെ പരീക്ഷ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നമുക്ക് വേണം. ഇനി പഠനം ഭൂരിഭാഗം കുട്ടികൾക്കും വരുന്നതാണ്, ടീച്ചറെ ഞാൻ സിലബസ് മുഴുവൻ പഠിച്ചു. അപ്പൊ ഞാൻ ചോദിക്കും, പഠിക്കുക മാത്രമാണോ ചെയ്തത്? റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം ചെയ്തോന്ന് ചോദിക്കും. ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, മക്കളെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, റിവിഷൻ ചെയ്യണം. എങ്ങനെ റിവിഷൻ ചെയ്യണം? പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ച് നോക്കണം, മുൻകാല ചോദ്യപേപ്പറുകളും നോക്കണം. അപ്പോ നമുക്ക് എന്താണ് പരീക്ഷ എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ എന്താണ്, എത്രയൊക്കെ മാർക്ക് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് പരീക്ഷ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി പരീക്ഷയ്ക്ക് ജയിക്കാൻ എത്ര മാർക്ക് വേണം? പലരും പല കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ് അല്ലെ. അപ്പോ ഇത് കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് പരീക്ഷ എന്ന് മനസ്സിലായ സ്ഥിതിക്ക് അടുത്തത് നമ്മൾ അറിയേണ്ടത് എന്താണ്, എലിജിബിലിറ്റി എന്താണെന്നാണ്. സ്ലൈഡ് മാറ്റാം. എന്താണ് എലിജിബിലിറ്റി? പാസ് റിക്വയർമെന്റ് ഫോർ, സ്ലൈഡ് മാറ്റാം സാർ, സെറ്റ് എക്സാം. ഇപ്പൊ ജനറൽ കാറ്റഗറിയിൽ ഉണ്ടാവാം, OBC NCL കാറ്റഗറിയിൽ പെടുന്നവരുണ്ടായിരിക്കാം, അതുപോലെ SC ST ഡിഫറെന്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ പെടുന്നവരുണ്ടായിരിക്കാം. നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ആ ഒരു മാർക്ക്, അതിന് വേണ്ടുന്ന പാസ് മാർക്ക് എത്രയാണ്? പേപ്പർ 1-ന് ഇപ്പൊ ജനറൽ കാറ്റഗറി ആണ് വെച്ചെങ്കിൽ പേപ്പർ 1-നും പേപ്പർ 2-നും 40% കിട്ടണം. അത് മാത്രം കിട്ടിയോ? എനിക്ക് പേപ്പർ 1-ന് 40% കിട്ടി, പേപ്പർ 2-ന് 40% കിട്ടി, അതായത് 120-ൽ 48 മാർക്ക് എനിക്ക് കിട്ടി. അത് കിട്ടിയാൽ ഞാൻ പാസ്സാവോ? ഇല്ല. രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് 48% അഥവാ 240-ൽ 116 മാർക്ക് കിട്ടിയാലേ നമ്മൾ എന്ത് ജയിക്കുള്ളൂ? സെറ്റ് പരീക്ഷ ജയിക്കുള്ളൂ. അത് OBCയുടെ കാര്യത്തിലാണെങ്കിലും SC STയുടെ കാര്യത്തിലാണെങ്കിലും കൃത്യമായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില് നമ്മൾ ക്വാളിഫൈഡ് ഓർ നോട്ട് എന്നേ നോക്കുള്ളൂ മക്കളെ. ആദ്യം അത് മനസ്സിലാക്കുക. സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആണോ അല്ലയോ അത്രമാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ PSC ടെസ്റ്റ് എഴുതുമ്പോഴോ സെറ്റ് എക്സാമിലെ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നത് ഒന്നിന്റെയും മാനദണ്ഡമായിട്ട് വരില്ല. ക്വാളിഫൈഡ് ഓർ നോട്ട്, നിങ്ങൾ ഇത് പാസ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളൊരു എപ്പോഴും പറയുന്നതാണ്, 48 മാർക്ക് ഒന്നും ലക്ഷ്യം വെച്ച് പഠിക്കല്ലേ, 60 മാർക്ക് ലക്ഷ്യം വെച്ച് പഠിക്കുക മതി.
നമുക്ക് എന്തായാലും നമുക്ക് പാസ്സാവാനായിട്ട് പറ്റും. 2 പേപ്പറിൽ 60 മാർക്ക് കിട്ടിയ എന്തായാലും നമ്മൾ പാസ്സാവില്ലേ? പാസ്സാവും. നിർബന്ധമായിട്ട് നമ്മൾ പാസ്സാവും. അപ്പൊ എന്താണ് പരീക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പരീക്ഷ പാസ്സാവാൻ എത്ര മാർക്ക് വേണമെന്നും മനസ്സിലായി. എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ ചെയ്തിട്ട് ജസ്റ്റ് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, കൃത്യമായിട്ട് പഠിച്ചില്ല എങ്കിൽ ദാ ഈ സ്ലൈഡിൽ കാണുന്ന അവസ്ഥയായിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള കുട്ടികൾ സിലബസ് മുഴുവനായിട്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ കാണും. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന രീതി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരീക്ഷ ഹോളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പരീക്ഷ എഴുതിക്കുമ്പോൾ തോന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് തരണേ. അതായത് ഒരു ചോദ്യം നമുക്ക് തരും, ABCD 4 ഓപ്ഷൻസ് നമ്മൾ തരും. നമ്മൾ ആദ്യം വിചാരിക്കാം A ഉത്തരം തെറ്റാണ്, B ഉത്തരം തെറ്റാണ്, നമ്മൾ ഉറപ്പിച്ചു അതല്ല. പക്ഷേ B ആണോ C ആണോ എന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വരും. ഇങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ സെറ്റ് എക്സാമോ കേട്ടിട്ട് പരീക്ഷ? ഇവിടെ ആർദ്ര പറയുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ട്, ബിനി, അപർണയൊക്കെ പറയുന്നുണ്ട്. യെസ്, ഈ കൺഫ്യൂഷന്റെ കാരണം എന്താ? എന്തുകൊണ്ട് നമുക്ക് 2 ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റി? നമ്മൾ പഠിച്ചതുകൊണ്ട് അല്ലെ? എയും അല്ല ഡിയും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? നമ്മളത് പഠിച്ചത് കൊണ്ടാണ്. അതല്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം, അതല്ല. പിന്നെ B ആണോ C ആണോ എന്ന് ഡൗട്ട് വരുന്നത് എന്തുകൊണ്ടാ? റിവിഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോ സെറ്റ് എക്സാമിന്റെ ഹോളിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ചിട്ടയായ പഠനവും വേണം, ചിട്ടയായ റിവിഷനും നമുക്ക് വേണം. സ്ലൈഡ് മാറ്റാം. അപ്പൊ എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് എന്ത് പഠിക്കണം? മക്കളെ, ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സബ്ജക്ട് പേപ്പറിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെ? നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട് ഇല്ലേ? നമുക്ക് എത്ര പേപ്പർ ഉണ്ട് പരീക്ഷയ്ക്ക്? എത്ര പേപ്പേഴ്സ് ഉണ്ട്? നമ്മൾ എത്ര പേപ്പർ പരീക്ഷ എഴുതണം? നമ്മൾ പറഞ്ഞ എത്ര പേപ്പർ? തൊട്ട് മുമ്പ് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നത്. യെസ്, വെരി ഗുഡ് ജ്യോതി, അലീന. 2 പേപ്പർ ഉണ്ട് നമുക്ക്. സ്ലൈഡ് ഒന്ന് മാറ്റാം. ആദ്യത്തെ പേപ്പർ ഏതാണ്? ജനറൽ പേപ്പർ ആണ്. കേരള സെറ്റിന്റെ പേപ്പർ 1. എന്താണ് നമ്മുടെ കേരള സെറ്റ് ജനറൽ പേപ്പർ അഥവാ പേപ്പർ 1ന്റെ ടൈറ്റിൽ എന്താണ്? എത്ര പേർക്ക് അറിയാം? ഒന്ന് പറഞ്ഞേ മക്കളെ. കേരള സെറ്റിന് കൃത്യമായിട്ട് കാടടച്ച് വെടിവെച്ച സിലബസ് ഒന്നല്ല കേട്ടാ. എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു അടിപൊളി സിലബസ് നമുക്കുണ്ട്. വെറുതെ ടൈറ്റിൽ മാത്രമല്ല, ഓരോ ടൈറ്റിലിന്റെയും കീഴിലെ എന്തൊക്കെ പഠിക്കണമെന്ന് വിശദമായിട്ട് പറയുന്ന ഒരു സിലബസ് തന്നെയാണ് നമുക്കുള്ളത്. ആർക്ക് പറയാൻ കഴിയും? പേപ്പർ 1 കേരള സെറ്റ് പേപ്പർ 1ന്റെ സിലബസിന്റെ ടൈറ്റിൽ, ജനറൽ പേപ്പറിന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആർക്ക് പറയാൻ കഴിയും? ആർക്കും അറിയില്ലേ എന്താണ് സെറ്റ് എക്സാമിന്റെ ടൈറ്റിൽ എന്നുള്ളത്? സിലബസിന്റെ മെന്റൽ എബിലിറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. സെറ്റ് എക്സാം പേപ്പർ 1 ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. വെരി ഗുഡ് വൈഷ്ണവി. യെസ്, അതാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് സിലബസ് എന്നുള്ളത്. എന്താണ്? സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. എന്താണ്? ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ചില കുട്ടികളുണ്ട് ചിലപ്പോ ഒരു മുൻപ് ക്വസ്റ്റ്യൻ എഴുതി പരീക്ഷ എഴുതിയിട്ടുള്ള ചിലപ്പോൾ പ്രാക്ടീസ് ഉണ്ടാവും, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം ഒരു ഏരിയ നമുക്കറിയാം. ആ ഏരിയ മാത്രം നോക്കി പോണവരുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കി അവിടെ നിന്നും ഇവിടെ നിന്നും അത് തൊടാതെ ഇത് തൊടാതെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയാൽ നമുക്ക് പാസ്സാവാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന്. എന്തിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമ്മുടെ സിലബസിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനറൽ നോളജിന് പ്രാധാന്യം കൊടുക്കുന്നു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിനും പ്രാധാന്യം കൊടുക്കുന്നു. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരൊറ്റ ടൈറ്റിലെ നമ്മുടെ BEdന്റെ ഫുൾ സിലബസ് അവരെ ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ സിലബസിലെ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ള പേപ്പർ 1ന്റെ സിലബസിൽ എത്ര യൂണിറ്റ് ഉണ്ട്? ജ്യോതി 6 എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ജ്യോതി 6, ഗ്രീഷ്മ 6 എന്ന് പറയുന്നു, ബിനി 6 എന്ന് പറയുന്നു. ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. യെസ്, 6 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. സ്ലൈഡ് ഒന്ന് മാറ്റാം. 6 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. നമുക്ക് ആ ഓരോ യൂണിറ്റും പരിചയപ്പെടാം. നിങ്ങൾ എന്തായാലും പരിചയപ്പെടണം. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക്, ഇപ്പൊ ഞാൻ പോലും ആണെങ്കിലും ഏതൊരു പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ എന്താണ് പരീക്ഷ എന്ന് മനസ്സിലാക്കും. എന്താണ് ഇതിന് ജയിക്കാനുള്ള മാനദണ്ഡം എന്ന് മനസ്സിലാക്കും. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നമ്മൾ എന്താ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം.
ഇന്നു മുതൽ നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സിലബസ്, ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസ് ആണ്. ജനറൽ സ്റ്റഡീസ് ആണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിറ്റ് 1നെ തന്നെ 4 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നതിനെ 4 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മക്കളെ, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് മാത്രമേ ഇതിലുള്ളൂ യൂണിറ്റ് 1ലുള്ളൂ. അതായത് നമ്മുടെ സയൻസിൽ തന്നെ ഏതൊക്കെ വിഭാഗങ്ങൾ വരുന്നുണ്ട്? മാത്സ് വരുന്നുണ്ട്, സ്റ്റാറ്റി വരുന്നുണ്ട്, ഫിസിക്സ് വരുന്നുണ്ട്, കെമിസ്ട്രി വരുന്നുണ്ട്, ബയോളജി വരുന്നുണ്ട്. നിങ്ങൾ ഡീപ്പായിട്ട് ഇപ്പൊ നിങ്ങളൊരു കെമിസ്ട്രി എടുത്ത് പഠിച്ച കുട്ടിയാണ്, സബ്ജക്ട് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയിലുള്ള സകല കാര്യങ്ങളും ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് +1 +2 പഠിച്ചത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലാണ് ഡിഗ്രി ചെയ്തത്, PG ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം 10 വരെ ഞാനും നിങ്ങളൊക്കെ പഠിച്ചത് എന്താണ്? ഒരേ ബേസ് കാര്യങ്ങളാണ് അല്ലെ? ഇനി അതിൽ CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും അതൊന്നും ഒരു പ്രശ്നം അല്ല. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബേസിക് ക്ലാസ് 10th ലെവൽ എന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1ൽ പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2ലും ഇത് തന്നെ, പക്ഷെ സോഷ്യൽ സയൻസ് ആണെന്ന് മാത്രം. എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ പൊളിറ്റി, ഇതും 10ാം ക്ലാസ് വരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഉള്ളൂ. ഇതിലെ ഹിസ്റ്ററിയിൽ നിന്നാണ് നമുക്ക് കുറച്ചധികം 2-3 ചോദ്യങ്ങൾ വരാറ്. എക്കണോമിക്സിനും ജോഗ്രഫിന്നും ഒക്കെ വളരെ വിരളമായിട്ട് 1-2 ചോദ്യങ്ങളെ നമുക്ക് അതിൽ നിന്ന് വരാറുള്ളൂ. ഇനി മൊഡ്യൂൾ 3 ഹ്യൂമാനിറ്റീസ് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ഇതിലെ ആർട്ട്, മേജർ ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ. അപ്പൊ കഥകളി എന്നുള്ളത് ഏത് സ്റ്റേറ്റിന്റെ ആർട്ട് ഫോമാ? പറഞ്ഞേ മക്കളെ, കഥകളി ഏത് സ്റ്റേറ്റിന്റെ ആർട്ട് ഫോം ആണ്? കഥകളി കഥകളി ഏത് സ്റ്റേറ്റിന്റെ ആർട്ട് ഫോം ആണ്? നമുക്ക് ചോദ്യം വരാം. കേരളത്തിന്റെയാണ് അല്ലേ? കേരളത്തിന്റെയാണ്. മോഹിനിയാട്ടവും കഥകളിയും ഒക്കെ കേരളത്തിന്റെയാണ്. ഭരതനാട്യോ, ബിഹു ഡാൻസോ, മണിപ്പൂരിയോ, കഥക്കോ, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അത്തരത്തില് മേജർ ആർട്ട് ഫോംസ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ബേസിക് ലിറ്ററേച്ചർ, ഇതിൽ നിന്ന് മൊഡ്യൂൾ 3ൽ നിന്ന് ചോദ്യം വരാറുണ്ട്. മൊഡ്യൂൾ 4 ഞാൻ പറയുകയാണ് എങ്കിൽ യൂണിറ്റ് 1ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 യൂണിറ്റുകളാണ് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 4 എന്നുള്ളത്. മൊഡ്യൂൾ 4 കേരള സ്റ്റഡീസ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ വരാം? സോഷ്യൽ റീഫോംസ് വരാം. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ റീഫോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് വരാം. അതെന്താണ് സ്ഥാപിതമായത് എന്ന് വരാം. അത് സ്ഥാപിച്ചത് ആരാണ് എന്ന് വരാം. അത്തരത്തിലുള്ള കാര്യങ്ങള്. സോഷ്യൽ ആൻഡ് നാഷണൽ മൂവ്മെന്റ്സ്, മലബാർ കലാപം, മാറുമറക്കൽ സമരം, ചാമാർ ലഹള, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പൂനൻ കുരിശ് സത്യം. അത്തരത്തിലുള്ള കേരള സ്റ്റഡീസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കേരള നവോത്ഥാനം, റിനൈസൻസിനാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാണ്. അതാണ് ഇതിൽ വരുന്നത് യൂണിറ്റ് 1ലെ മൊഡ്യൂൾ 4ൽ നിന്ന് വരുന്നത്. അപ്പൊ 4 മൊഡ്യൂളുകൾ നമ്മൾ പരിചയപ്പെട്ടു. യൂണിറ്റ് 1 ക്ലിയർ ആയില്ലേ? എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതിൽ തന്നെ ഏതൊക്കെ ഏരിയ ആണ് സ്പെസിഫൈ ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലായില്ലേ മക്കളെ? ഒന്ന് പറഞ്ഞേ, മനസ്സിലായില്ലേ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു അലീന. എപ്പോഴും റെസ്പോണ്ട് ചെയ്ത് നിൽക്കണേ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇത് ചാറ്റ് ബോക്സിലെ കമന്റ് സെക്ഷൻ എന്നുള്ളത്. ഒക്കെ ലൈവ് ആയിട്ടിരിക്കുക. ഓക്കെ, അടുത്ത യൂണിറ്റ് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ്. കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ. അയ്യോ ടീച്ചറെ, ഞാനും ഗ്രാമറും തമ്മിൽ, ഇംഗ്ലീഷ് ഗ്രാമറും തമ്മിൽ ചേരില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ടേ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള, നമ്മളൊക്കെ 10ാം ക്ലാസ് വരെ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ പഠിച്ചിട്ടില്ലേ? അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ വരുള്ളൂ. പക്ഷെ മുൻകാല ചോദ്യ പേപ്പറുകൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇംഗ്ലീഷിൽ നിന്നുള്ള, ഗ്രാമറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പം വഴി. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ശരിയാക്കാനായിട്ട് പറ്റും. ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ സ്കിൽസ് എന്നീ കാര്യങ്ങളാണ് 2nd യൂണിറ്റിൽ വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു നമ്പർ സീരീസ് തന്ന അടുത്ത ലെറ്റർ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ആ നമ്പർ സീരീസ് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ന്യൂമറിക്കൽ സ്കിൽസിലൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വരാറുള്ളത്. അപ്പൊ 2nd യൂണിറ്റിലും എന്തുണ്ട്? 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ദെൻ അടുത്ത യൂണിറ്റ് 3 ആണ്, കറന്റ് അഫയേഴ്സ്. ഈ യൂണിറ്റ് 3ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ മക്കളെ? യൂണിറ്റ് 3ക്കുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയോ? യൂണിറ്റ് 3ൽ എത്ര മൊഡ്യൂളുകൾ ഉണ്ടെന്ന് അറിയാമോ? ചേഞ്ച് ചെയ്യും. അതെ,
റിപ്പീറ്റേഷൻ വരില്ല. ചേഞ്ച് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. അതൊരു കാര്യം കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ എത്ര മൊഡ്യൂളുകൾ യൂണിറ്റ് 3 ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിന്റെ സിലബസിലെ ഏറ്റവും കൂടുതൽ മൊഡ്യൂളുകൾ ഉള്ളത് ഏതിലാണ്? നമ്മുടെ കറന്റ് അഫയേഴ്സ് എന്നുള്ള ഇതിലാണ്. അപ്പൊ നോക്കൂ, ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് നമ്മുടെ ടൈറ്റില്. ഈ ജനറൽ നോളജും കറന്റ് അഫയേഴ്സും മിക്സ് ചെയ്ത് 30 മുതൽ 40 വരെ ചോദ്യങ്ങൾ ഏതിൽ നിന്ന് വന്നു കണ്ടിട്ടുണ്ട്? യൂണിറ്റ് 3യിൽ നിന്ന് വന്നു കണ്ടിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ള സെറ്റ് എക്സാം 2022 ജനുവരിയോ 23 ജനുവരിയോ, എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ലേ, അതിലെ സ്പോർട്സിൽ നിന്ന് മാത്രം 24 ചോദ്യം വന്നു. സ്പോർട്സിൽ നിന്ന് ഓരോ ക്ലബിന്റെയും കളിക്കാരുടെ പേര് മാച്ച് ചെയ്യാൻ അടക്കം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നില്ലേ സ്പോർട്സിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ വരുമെന്ന്? ഞാൻ എഴുതിയ ഒരു പരീക്ഷയിൽ എന്റെ അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ കറന്റ് അഫയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. 8 മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ റിപ്പീറ്റേഷൻ വരുന്ന ചില ഏരിയാസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. നോക്കൂ, മൊഡ്യൂൾ 1 ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് ആണ്. ഏറ്റവും പുതുതായിട്ട് വരുന്ന കണ്ടുപിടുത്തങ്ങൾ, കാര്യങ്ങൾ. പുതുതായിട്ട് വന്നത് മാത്രമാണോ പഠിക്കേണ്ടത്? അല്ല. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്, ബൾബ് കണ്ടുപിടിച്ചത് ആരാണെന്ന് വരെ എന്ത് വരാം, ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്, റിപ്പീറ്റഡ് ആണ്. എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഇപ്പോ സുന്ദർലാൽ ബഹുഗുണ ഏത് എൻവയോൺമെന്റൽ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നർമ്മദ ബച്ചാവോ ആന്തോളൻ, ആ പ്രക്ഷോഭം നടന്ന വർഷം എന്ത്? അത്തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്പോഴും വരാറുണ്ട്. സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ മൊഡ്യൂൾ 2 വരുന്ന ഒരു റിപ്പീറ്റേഷൻ ആണിത്. ഇനി മൊഡ്യൂൾ 3 UN ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് എന്നാണ്. കോമൺ ആയിട്ട് കറണ്ട് അഫയേഴ്സ് എന്നതിനെ മുൻനിർത്തിക്കൊണ്ടാണ് മൊഡ്യൂൾ 3 വരിക. ഇനി മൊഡ്യൂൾ 4 അതും ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗത്ത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ മൊഡ്യൂൾ 4 നോക്കേണ്ടത്. ദെൻ മൊഡ്യൂൾ 5 യൂണിറ്റ് 3 മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തും ചോദിക്കാം. അതിന്റെ ഒപ്പം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷനും നമുക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ഇതിലെ കറണ്ട് അഫയേഴ്സിൽ നിന്നല്ല, ജനറൽ നോളജ് എന്ന രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മുൻനിർത്തി ചോദ്യം വരിക. സെയിം ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൊഡ്യൂൾ 6, 7, 8 പൂർണ്ണമായിട്ടും എന്തിനു കൊടുക്കണം? കറണ്ട് അഫയേഴ്സിന് കൊടുക്കണം. ഇവന്റ്സ്, പേഴ്സൺസ്, അവാർഡ്, സ്പോർട്സ്, ഗെയിംസ്, അതുപോലെ തന്നെ ഫിലിം, ലിറ്ററേച്ചർ, മ്യൂസിക് എന്നീ നിലകളിൽ വന്നിട്ടുള്ള അവാർഡുകൾ. ഈ ഒരു സെക്ഷനാണ് യൂണിറ്റ് 3 മൊഡ്യൂൾ 6, 7, 8 എന്ന് പറയുന്നത്. ചില കുട്ടികളുണ്ട് ഒരുപാട് സമയം കറണ്ട് അഫയേഴ്സിന് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയല്ല, ചിട്ടയായിട്ടുള്ള ഒരു പഠനമാണ് വേണ്ടത്. I+നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ മന്തിലെയും കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ടായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട 30 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 2-3 വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്താണ്, സുഖമായിട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോ JRF കഴിഞ്ഞതിന് ശേഷം PSC എക്സാമുകൾക്ക് പഠിക്കുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള സെക്ഷന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഓരോ പരീക്ഷ എഴുതുമ്പോഴും, ഇപ്പൊ ഈവൻ LDC എക്സാം എഴുതുമ്പോൾ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയ ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ മറ്റു കുട്ടികൾ ചോദിക്കും, ഇതെങ്ങനെ കറണ്ട് അഫയേഴ്സ് ഇത്ര എളുപ്പത്താവുന്നത്? ഒരു വഴിയേ ഉള്ളൂ. എല്ലാ മാസത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോയി നോക്കുകയെ, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. വെറുതെ നോട്ട് ചെയ്ത് പോകല്ലേട്ടാ. ഒരു വീക്കെൻഡില് സൺഡേ ഞാൻ ഇന്ന് ഈ മാസത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏരിയസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ വായിച്ചിട്ടേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ് വെച്ചെങ്കിൽ ഞാനത് വായിക്കും. അതുപോലെ എത്ര മിനിറ്റ് വേണം, ഒരു 15 മിനിറ്റ് മതി അത് വായിക്കാൻ. ആ 15 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചാൽ കറണ്ട് അഫയേഴ്സ് എന്നുള്ള സെക്ഷൻ എനിക്ക് ഈസി ആവും. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 3 വരുന്നത്. അപ്പൊ യൂണിറ്റ് 1, 2, 3 മൂന്നും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്ന് പൊടി തട്ടിയെടുത്താൽ മതി യൂണിറ്റ് 1ഉം 2ഉം. യൂണിറ്റ് 3 എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് നമ്മൾ പഠിക്കുകയും വേണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ 3 യൂണിറ്റിൽ വരുന്നത്. നോക്കൂ, അടുത്ത 3 യൂണിറ്റുകൾ, അതായത് യൂണിറ്റ് 4, 5, 6 എന്താണോ നമ്മൾ ബിഎഡിന് പഠിച്ചത് ആ കാര്യങ്ങളാണ്. പിന്നെ മക്കളെ, നമ്മളൊരു കാര്യം നോക്കണം, നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട്
എന്ത് സെറ്റ് പരീക്ഷ എഴുതുന്നവരാണ്, HSC HSSC എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഈ 3 യൂണിറ്റ് സെറ്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ ഇതൊരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ്. HSAക്കും HSSTക്കും നെറ്റ് പരീക്ഷ എഴുതുന്നവരാണ് നിങ്ങളെങ്കിലും ഈ 3 യൂണിറ്റ് പഠിച്ചാൽ അത് ഫിക്സ്ഡ് ആയിട്ട് അവിടെ എടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സിലബസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി. അത്രയും എളുപ്പമുള്ളതാണ്. BEd കഴിഞ്ഞിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ജയിക്കാൻ, നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ, സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള 3 യൂണിറ്റുകളാണ് യൂണിറ്റ് 4, 5, 6 എന്ന് പറയുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ അതിൽ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുറച്ച് കാണാണ്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വെസ്റ്റേൺ ക്രിറ്റിസിസം ഒക്കെ വരുന്നുണ്ട്. വെസ്റ്റേൺ ക്രിറ്റിസിസം അല്ല, വെസ്റ്റേൺ ഫിലോസഫി ഒക്കെ അതിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം. നോക്കൂ, ഇതിൽ നിന്നൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ക്ലാസ്സിന്റെ ഇടയിൽ നിങ്ങൾ അല്ലെങ്കിൽ മുൻകാല ചോദ്യ പേപ്പറുകൾ LBS എന്ന സൈറ്റിൽ പോയി സകല 2023 ലാസ്റ്റ് കഴിഞ്ഞ പരീക്ഷ വരെയുള്ള സകല ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കിയൊക്കെ ഒരേ അച്ചിൽ വാർത്ത ചോദ്യങ്ങൾ തന്നെ. ഇപ്പൊ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഐഡിയലിസം ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം നാച്ചുറലിസം ചോദിക്കും. അതുമല്ല വെച്ചെങ്കിൽ ഐഡിയലിസം നാച്ചുറലിസം അല്ലാണ്ട് പ്രാഗ്മാറ്റിസം ആയിരിക്കും പിറ്റത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് പഠിച്ചു വെക്കുകയാണ് എങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട് മക്കളെ, വലിയൊരു മൊഡ്യൂൾ ആയിട്ട് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേഷ്യ, അതുപോലെ തന്നെയാണ് സോഷ്യലൈസേഷൻ, കൾച്ചറൽ ഡിഫ്യൂഷൻ, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ഒരു മൊഡ്യൂൾ കഴിയും. ഇനിയാണ് സൈക്കോളജി വരുന്നത്. എന്താണ് സൈക്കോളജിയുടെ അവസ്ഥ? ടീച്ചറെ, ഞാനും സൈക്കോളജിയും തമ്മിൽ ചേരില്ല. അങ്ങനെ അവസ്ഥയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എത്ര പഠിച്ചാലും ടീച്ചറെ ഇത് എനിക്ക് തലയിൽ കയറില്ല. BEdന്റെ സമയത്തെ ഞാൻ വെറുത്തതാണ്. കുറെ പട്ടീനെയും പൂച്ചേനെയും പ്രാവിനെയും ചിമ്പാൻസിനെയും ഒക്കെ നമുക്ക് പഠിക്കാനും ഉണ്ട്. എന്താ അവസ്ഥ സൈക്കോളജി? സെറ്റിന്റെ ഏരിയയിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട അവസ്ഥ എന്താ? എളുപ്പമാണോ നിങ്ങൾക്ക്? ഒരു വട്ടം മനസ്സിരുത്തി കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്താൽ മക്കളെ ഇത് എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടീച്ചർക്ക് അത് പറയാലോ, ടീച്ചർക്ക് അത് അറിയണോണ്ടല്ലേ. എനിക്കിതൊന്നും അറിയാത്ത ഒരാളായിരുന്നു. എനിക്കിതൊക്കെ കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ പാവ്ലോവ് പട്ടീനെ വെച്ചിട്ടാണോ പൂച്ചേനെ വെച്ചിട്ടാണോ എന്നുള്ള കാര്യം എനിക്ക് ആണ്. സുൽത്താൻ എന്ന ചിമ്പാൻസിനെ വെച്ചിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ഡോളിനെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ. പക്ഷെ ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് BEdന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്രയും ആഴത്തിലൊന്നും നമുക്ക് എവിടെ പഠിക്കാനില്ല, സെറ്റിന്റെ കാര്യത്തിൽ പഠിക്കാനില്ല. ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ മനസ്സിലാക്കി വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് സൈക്കോളജി എന്നുള്ളത്. നമ്മളോട് ആരും ആ തിയറി എന്താണെന്ന് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കില്ല. എന്താണ് തിയറി, ആരാണ് മുന്നോട്ട് വെച്ചത്, അതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഉള്ളിൽ തന്നെ ചോദ്യം വരും ചില മേഖലകളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ സൈക്കോളജി നമുക്ക് എളുപ്പമാണ്. പിന്നെ അതാണ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് വരുന്നത്. അതിൽ തന്നെ പേഴ്സണാലിറ്റിയും അഡോളസൻസും ഇന്റലിജൻസ്. ഒരു പേപ്പറിലെ ഇന്റലിജൻസിൽ നിന്ന് മാത്രം 8 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മുൻകാല ചോദ്യ പേപ്പർ 2023 ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇന്റലിജൻസ് തിയറീസ് മാത്രം അങ്ങനെയും ഏരിയ നോക്കി വരാറുണ്ട്. ആ ഇന്റലിജൻസ് തിയറി പഠിക്കാണ്ട് വിട്ട ഒരാളുടെ അവസ്ഥ നോക്കി. അതാണ് പറയുന്നത്, നിങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഹിസ്റ്ററീസ് ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ആദ്യത്തെ കമ്മീഷനുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ MHRD, UGC, NCT, NCERT, NUPA, SCERT, ഡയറ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇവയുടെയൊക്കെ എക്സ്പാൻഡഡ് ഫോം, ഇവയുടെയൊക്കെ ആസ്ഥാനം എവിടെയാണ്, ഇവയുടെയൊക്കെ ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്നുള്ളത്. നമ്മൾ എന്താണോ BEdന്റെ ടൈമിൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തത് അത് മാത്രമാണ് ഇവിടെ വരുന്നത്. ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? മൈക്രോ ടീച്ചിങ് എല്ലാവരും ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. ഒരു ക്ലാസ് റൂമിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബോർഡിൽ എങ്ങനെ എഴുതണം എന്നതടക്കം നമ്മൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നത് ഒരു ക്ലാസ് റൂമിലായിരിക്കണം. നമ്മൾ ഒരു ടീച്ചറാണ്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ലോജിക്കായിട്ട് ചിന്തിച്ച് യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ടീച്ചിങ് പഠിച്ചിട്ടുണ്ട്, ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ് ലേണിംഗ് എന്നുള്ള ഭാഗത്ത്. ആ തിയറീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മളോട് ആരും വന്നിട്ട് എസ് എഴുതാൻ പറയില്ല. ഇന്ന തിയറി ആരാണ്? ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി പാവ്ലോവാണ് മുന്നോട്ട് വെച്ചത്. ട്രയൽ ആൻഡ് എറർ തിയറിയുടെ മറ്റൊരു പേരെന്ത്? ഇത്തരത്തിലുള്ള സിമ്പിൾ കാര്യങ്ങളെ നമുക്ക് വരുള്ളൂ. ഈ തിയറികളുടെ ഒക്കെ ക്ലാസ് റൂം അപ്ലിക്കേഷൻ ലെവലിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങളും
വരാറുണ്ട്. ഇവാലുവേഷൻ, എല്ലാവരും കുട്ടികൾക്ക് പരീക്ഷ എടുത്തിട്ടില്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഒന്ന് പറഞ്ഞേ. ഉണ്ടാവുമല്ലോ, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. യെസ്, എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇല്ലേ? ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏതിൽ വരുന്നത്? ഇവാലുവേഷൻ എന്നതിൽ വരുന്നത്. ഗ്രേഡിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട്. എന്താണ് ടെർമിനൽ ഇവാലുവേഷൻ എന്നുള്ളത് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. പിന്നെ നമുക്ക് കുറച്ച് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ ടൂൾസ് ഏതാണ്, ടെക്നിക്സ് ഏതാണ്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഏതും കഴിഞ്ഞു, ഇവാലുവേഷൻ എന്നുള്ള യൂണിറ്റും കഴിഞ്ഞു. അടുത്തത് നോക്കൂ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ ടീച്ചർക്കൊക്കെ സിമ്പിൾ ആണോ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എല്ലാവരും വർത്താനം പറയുന്നതാണ് അല്ലെ? ഒരു ടീച്ചർ എന്ന നിലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. എനിക്ക് കുറെ അറിവുണ്ട്, കുറെ റാങ്ക് ഉണ്ട്, കുറെ പരീക്ഷ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവണം. വേണ്ട മക്കളെ, ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമാണ് എന്ത് ടീച്ചിങ് എന്നുള്ള പ്രോസസ്സ് അവിടെ ആപ്റ്റ് ആവുന്നുള്ളൂ അല്ലെ? ടീച്ചർ എന്തൊക്കെ പറഞ്ഞു, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ടീച്ചർ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ടീച്ചർ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് നമ്മൾ ആലോചിച്ചിരിക്കും. അപ്പൊ അത്തരത്തില് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കുക. ടീച്ചിങ്ങിനെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അതിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ മൊഡ്യൂളിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം അപ്ലിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ നിന്ന് വരുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. കമ്പ്യൂട്ടർ ആൻഡ് ICT സിമ്പിൾ അല്ലേ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി, അതുപോലെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ഓഫീസ് ടൂള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ റിസർച്ച് എഡ്യൂക്കേഷൻ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, PG നെറ്റ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. ചെറിയൊരു വ്യത്യാസമുണ്ട്. നെറ്റിലെ പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള റിസർച്ച് അല്ല, ഇവിടെ നമുക്ക് ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ റിസർച്ചിനെ അഭിമുഖീകരിക്കാൻ, ഈ ടോപ്പിക്കിനെ അഭിമുഖീകരിക്കാനായിട്ട്. അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് എന്നുള്ള ഭാഗത്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ചും എക്സ്പെരിമെന്റൽ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഉണ്ട്. പിന്നെ ആക്ഷൻ റിസർച്ച് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ളതാണ്. പ്ലാജറിസം പോലെയുള്ള കാര്യങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിലെ യൂണിറ്റ് 6 പഠിക്കാനുള്ളത്. പിന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഭാഗമുണ്ട്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അത് എന്നാണ് ഫോം ചെയ്തത്, അതിന്റെ ആസ്ഥാനം ഏതാണ്, അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി എന്താണ്, CMC സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എന്താണ്, PT എന്താണ്, MPT എന്താണ്, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് പരീക്ഷ എന്ന് മനസ്സിലായി, എന്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലായി, അതുപോലെ തന്നെ എന്താണ് സിലബസ് എന്താണ് എന്നീ കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ കൂടെ സെറ്റ് ഫിസിക്സ് ഉയർന്ന മാർക്കോട് കൂടിയിട്ട് പരീക്ഷ പാസ്സായിട്ടുള്ള നമ്മുടെ IPLSന്റെ സ്വന്തം വിന്നർ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. അപ്പോ സെറ്റ് ഫിസിക്സ് പരീക്ഷ തൊട്ട് ഇപ്പൊ നടന്ന പരീക്ഷയിൽ ഉയർന്ന മാർക്കോട് കൂടിയിട്ട് വിജയിച്ചിട്ടുള്ള നിത്യ നമ്മളോട് കൂടി ചേരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നിത്യ പഠിച്ചത്, IPLSന്റെ ക്ലാസ്സുകളൊക്കെ നിത്യക്ക് എത്രത്തോളം എന്താണ് എഫക്റ്റീവ് ആയിട്ട് തോന്നി, നിത്യയുടെ പഠനത്തിന്റെ സ്ട്രാറ്റജി എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് നിത്യ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ഏറ്റവും സ്നേഹപൂർവ്വം നിത്യയെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഭാഗ്യ മിസ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം നിത്യ. ഞാൻ ഒരു 2 മിനിറ്റ് എടുക്കും, കാരണം അത് പറയാൻ ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. ഞാൻ 2008 MSc പാസ് ഔട്ട് ബാച്ചാണ്. അതിനുശേഷം 2010-ലും 2013-ലും സെറ്റ് എക്സാം എഴുതിയതാണ്. ആ 2 സമയത്തും മാർജിനൽ മാർക്കിന്, ജസ്റ്റ് ഒരു തവണ 2 മാർക്കിനും ഒരു തവണ 5 മാർക്കിനുമാണ് എനിക്ക് സെറ്റ് മിസ്സായത്. പിന്നെ അങ്ങനെ കുട്ടിയും ഒക്കെ ചെറുതായപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ സ്കൂളിൽ ചേർന്നു, ജോയിൻ ചെയ്തു, ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ചേർന്നു. ഇപ്പൊ എനിക്കതൊരു അനിവാര്യമായി വന്നപ്പോ
അപ്പോഴേക്കും ഒരുപാട് ഗ്യാപ്പായിരുന്നു. ഞാൻ സബ്ജക്റ്റുകളും ഈവൻ BEdന്റെ സാധനങ്ങളും ലേണിംഗ് തിയറീസ് എന്നല്ലാതെ അതിന്റെ പേരുകൾ പോലും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, സത്യം പറയാലോ. അപ്പോ ഞാൻ ആദ്യം മെസ്സേജ് അയച്ച് ചോദിച്ചത് നമ്മുടെ I+ലേക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് വന്ന ആളെയൊക്കെ നിങ്ങൾ എടുക്കുമോ എന്നായിരുന്നു. കാരണം എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോ ഞാൻ ചോദിച്ചപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് അതിന്റെ ഇതിന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നത്. ഞാൻ ചേർന്നു, കുറച്ച് ദിവസത്തേക്ക് ട്രയൽ ചേർന്നിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ചേർന്നത്. ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്ത് ചേർന്നത്. ഒരു 10 ദിവസത്തെ ക്ലാസ് ഇങ്ങനെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്തായാലും ഇതിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഫീസൊക്കെ അടച്ച് കണ്ടിന്യൂ ചെയ്തു. സത്യം പറയാലോ, ഭാഗ്യ മിസ്സിന്റെ ക്ലാസ് ഒക്കെ ഈവൻ ഞാൻ ഒരു റൗണ്ട് കേട്ട് കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകുമ്പോഴും പിന്നെ തുണി അലക്കുമ്പോഴും പിന്നെ ഫ്രീ പീരീഡും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ അലൻ സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ സബ്ജക്റ്റിൽ ഒരുപാട് മറന്നുപോയിട്ടുണ്ടായിരുന്നു. സാർ ആ വേണ്ട സാധനങ്ങൾ മാത്രം, നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ പിഴിയുമ്പോ ഫസ്റ്റ് പാലില്ലേ, അതേപോലെ അത്രയും ക്രീമായിട്ട് ആ വേണ്ട സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. അതിന്റെയൊക്കെ നോട്ട് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ആ ക്വസ്റ്റ്യന്റെ ഡിസ്കഷനും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പോയത്. 2 തവണ കിട്ടാത്തത് കൊണ്ടായിരിക്കും എനിക്കത് ഇത്രയും വലിയൊരു ഗ്യാപ്പിൽ കിട്ടിക്കഴിഞ്ഞപ്പോ ശരിക്കും ആ വിജയത്തിന്റെ എസൻസ് കറക്റ്റായി കിട്ടുന്നുണ്ട്. അത് എന്നെ ഫുള്ളായിട്ട് സഹായിച്ചത് I+ ടീമാണ്. അലൻ സാറും എല്ലാവരോടുള്ള സ്പെഷ്യൽ താങ്ക്സും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വൈകി ജോയിൻ ചെയ്തു. എന്നാലും ചെയ്യണമെന്ന് നിർബന്ധമായി വിചാരിച്ചത് ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടില്ല. അപ്പൊ ഇതിലെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിലും ഇനിയിപ്പോ ഒരു തവണ എഴുതി കിട്ടിയില്ലെങ്കിലും ശരിക്കും ഒരു തവണ കിട്ടാതെ കിട്ടുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള സ്പിരിറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അതാണ് ഇപ്പൊ നിലവിൽ എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ആദ്യമായി ചേരുന്നവരാകുമ്പോഴും എങ്ങനെയായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആദ്യം മുതലേ ആ ക്ലാസ്സുകളൊക്കെ കേട്ട് രണ്ടാമത് റിവിഷനും, ശരിക്കും ഞാനൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ ക്ലാസ് കേട്ട ആളാണ്. അപ്പോ നിങ്ങൾക്കൊക്കെ ശരിക്കും റിലാക്സ്ഡ് ആയിട്ട് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ഫുള്ള് 240 തന്നെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ I+ ടീമിനോടുള്ള സ്പെഷ്യൽ താങ്ക്സും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. താങ്ക് യു നിത്യ. പേപ്പർ 1 ഹാൻഡിൽ ചെയ്ത ഭാഗ്യ ടീച്ചറിനോടും ഫിസിക്സ് ഹാൻഡിൽ ചെയ്ത അതുൽ സാറിനോടും ഉള്ള നന്ദി കൂടി അറിയിക്കുന്നു. അതുൽ സാറും അദ്ദേഹവും നമ്മുടെ I+ ടീമിനോടൊപ്പം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫാക്കൽറ്റിയാണ്. ഈ സെഷന്റെ ഒടുവിലായിട്ട് ഇൻസൈറ്റുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഭാഗ്യ ടീച്ചറിനെ ക്ഷണിക്കും. നിത്യയുടെ വിലപ്പെട്ട വാക്കുകൾക്ക് നന്ദി. ഇന്നൊരു അധ്യാപക ദിനം കൂടിയാണ്. അപ്പൊ ഭാവിയിൽ മികച്ചൊരു അധ്യാപികയായി തീരാൻ നിത്യക്ക് കഴിയട്ടെ. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഈ ഒരു സെറ്റ് വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ സിലബസ് എന്താണെന്ന് മുഴുവനായിട്ട് മനസ്സിലായി ഇല്ലേ മക്കളെ? ഇനി സെറ്റിന്റെ സിലബസ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ ഈ പറഞ്ഞത് മാത്രം കേട്ടാ പോരാട്ടോ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇനി ഈ സിലബസിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നിട്ടുള്ളത്? നമുക്ക് കൃത്യമായിട്ട് ഓരോന്നിന്റെ ഉള്ളിൽ നിന്ന് ഇത്ര ചോദ്യങ്ങൾ 20 ക്വസ്റ്റ്യൻസ് ഒരു യൂണിറ്റിന്റെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ അത് മാറി മറിയാറുണ്ട്. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പ് കഴിഞ്ഞ പരീക്ഷയിലെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞാൻ നോക്കൂ, ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്, യൂണിറ്റ് വൈസ് അല്ല എടുത്തിട്ടുള്ളത്, ടോപ്പിക്കാണ്. ഓരോ ടോപ്പിക്കിന്റെ ഉള്ളിൽ നിന്നും എത്രത്തോളം ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കൂ, യൂണിറ്റ് 1 ബന്ധപ്പെട്ടിട്ട് ജനറൽ സയൻസ്, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഇവിടെ കൂട്ടിയിട്ടില്ല, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, അതുമായി ബന്ധപ്പെട്ടിട്ട് 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, അതായത് നമ്മുടെ കേരള സ്റ്റഡീസും സോഷ്യൽ സയൻസും ഹ്യൂമാനിറ്റീസ് മൊത്തം കൂടിയിട്ട് 7 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, മാത്തമെറ്റിക്കൽ പ്രോബ്ലംസും ന്യൂമറിക്കൽ സ്കിൽസും ലോജിക്കൽ റീസണിങ് ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് 8 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അതായത് എനിക്കറിയില്ല, ഇത് എളുപ്പമല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിടും. അങ്ങനെ വിടരുത്. ഞാൻ മലയാളം പഠിച്ചിട്ടുള്ള ഒരാളാണ്, +2 സയൻസ് കഴിഞ്ഞപ്പോൾ മാത്സ് അവിടെ ഇട്ട് പോന്നിട്ടുള്ള ഒരാളാണ്. നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടാണ്
നെറ്റ് ഞാൻ JRF ക്വാളിഫൈ ചെയ്ത പരീക്ഷയിലും സെറ്റ് ക്വാളിഫൈ ചെയ്ത എക്സാമിലും അൽസാറിന്റെ ക്ലാസ് ആയിട്ട് എനിക്ക് ഏറ്റവും ഉപകാരമായത് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ചെയ്ത് പഠിച്ച് സ്പീഡ് കൂട്ടി വന്നിട്ടാണ് നമുക്കത് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയത്. എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ ഈ 8 മാർക്കല്ല അത് പൊക്കോട്ടെ എന്നുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെ തള്ളിക്കളയുന്ന ഓരോ മാർക്കായിരിക്കും ഒരുപക്ഷെ നമ്മളെ വിജയത്തിലേക്കും ഒരുപക്ഷെ നമ്മളെ പരാജയത്തിലേക്കും നയിക്കുക. ചില കുട്ടികളിൽ കാണുന്ന പ്രവണതയാണ്. കാരണം എനിക്കിത് ആദ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. അത്തരത്തിലുള്ള പ്രവണതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മാറ്റിവെക്കുക. നമ്മുടെ മുമ്പിൽ ഇനി സമയമുണ്ട്. അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ നിത്യ പറഞ്ഞ പോലെ നമുക്ക് ഇരുന്ന് പഠിക്കാനായിട്ട് നമുക്ക് സമയമുണ്ട്. അപ്പൊ ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രവണതയാണ്, ഒരു ക്വസ്റ്റ്യൻ കിട്ടും, അത് കിട്ടുന്ന വരെ ചിലപ്പോൾ ഒരു 20 മിനിറ്റ് കളഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഇരിക്കും. അങ്ങനെ ഒന്നും ഇരിക്കരുതേ. പരമാവധി സ്പീഡിൽ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇനി അത് കിട്ടുന്നില്ല എങ്കിലും 2 മിനിറ്റിൽ കൂടുതൽ ആ ക്വസ്റ്റ്യന്മേ നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല. 120 ചോദ്യങ്ങൾ, 120 മിനിറ്റ്, ഓരോ ചോദ്യത്തിന് ഓരോ മിനിറ്റ്. ഓക്കെ, അപ്പൊ മാത്സുമായി ബന്ധപ്പെട്ടിട്ട് 8 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നോക്കൂ, കറണ്ട് അഫയേഴ്സ് ആൻഡ് ജനറൽ നോളജ്. കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ജനറൽ നോളജ് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് 28 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്രാവശ്യം ചോദ്യം കുറവായിരുന്നു. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ വരാറ്. ഇപ്രാവശ്യം 3 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അടുത്ത പരീക്ഷയ്ക്ക്, തൊട്ടടുത്ത് നടക്കുന്ന സെറ്റ് പരീക്ഷയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ 7 ചോദ്യങ്ങളാണ് വന്നത്. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് 6 ചോദ്യങ്ങൾ വന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് അറിയും? ഞാൻ ഇത് മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തത്, ഞാൻ ഇതൊന്ന് അനാലിസിസ് ചെയ്ത സമയത്ത് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള, അതായത് ഇപ്രാവശ്യമല്ല, അതിനു മുമ്പ് 2024 തന്നെ ജനുവരിയിൽ നടന്നിട്ടുള്ള പരീക്ഷകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് 3-4 ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം അതിലൊരു മാറ്റം കണ്ടുവന്നു. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനെ മുൻനിർത്തിയും 6 ചോദ്യങ്ങൾ വന്നു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു വെച്ചിട്ട് ഇതിൽ നിന്ന് ഇത്ര ചോദ്യം വരുള്ളൂ എന്ന് വിചാരിച്ച് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എങ്കിൽ എന്താവും അവസ്ഥ? നമുക്ക് കിട്ടില്ല അല്ലെ? ഇപ്പൊ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിൽ നിന്ന് 6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സൈക്കോളജിയിൽ നിന്ന് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു, 17 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടീച്ചിങ്ങിൽ നിന്ന് 9 ചോദ്യം, ഇവാലുവേഷനിൽ നിന്ന് 5, ICTയിൽ നിന്ന് 5. ഇതൊക്കെ ബേസിക് ആണ്. 5 ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് വരാറുള്ളത്. ടീച്ചിങ്ങിൽ നിന്ന് 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഇപ്രാവശ്യം 9 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. സ്ലൈഡ് ഒന്ന് മാറ്റാം. റിസർച്ചിൽ നിന്ന് ഇപ്രാവശ്യം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് റിസർച്ചിൽ നിന്ന് 4 ചോദ്യമോ 5 ചോദ്യമോ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് 2 ചോദ്യം വന്നിട്ടുള്ളൂ. സാധാരണ 4 ചോദ്യമൊക്കെ വരാറുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഇതപ്പോ റിസർച്ചിൽ നിന്ന് 2 ഉള്ളൂ, കമ്മ്യൂണിക്കേഷനിൽ 2 ഉള്ളൂ, ചോദ്യം കുറഞ്ഞു. അതിനൊക്കെ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് 11 ചോദ്യം വന്നു. അതിന് മുമ്പത്തെ ഒക്കെ പേപ്പറുകൾ എടുത്ത് നോക്കുമ്പോൾ ഏറിപ്പോയി 4 ചോദ്യം വരാറുള്ളൂ. പക്ഷെ നോക്കൂ, ഇപ്രാവശ്യം 11 ക്വസ്റ്റ്യൻ ആണ് ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും അഡ്മിനിസ്ട്രേഷനിൽ നിന്നും കൂട്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ പരീക്ഷാ പേപ്പറിന്റെ പ്രവണതയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞത്. അതായത് എത്ര ചോദ്യങ്ങൾ വന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളൊരു ടോപ്പിക് ഒരു സിലബസിൽ പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വരുന്നുണ്ട്, തൊട്ട് മുമ്പത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്, എന്തിൽ നിന്നൊക്കെ കുറവ് വന്നു എന്നറിഞ്ഞിരിക്കണം. കാരണം അതെന്ത് ചെയ്യണം? കുറച്ചുകൂടി പഠിക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് അത് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കൂടുതൽ വന്നത് എന്തുകൊണ്ടാണ്? അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്. ആ ഏരിയ നമുക്ക് അറിയില്ല എങ്കിൽ വീണ്ടും പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഓരോ ടോപ്പിക് എടുത്ത് ക്വസ്റ്റ്യൻസ് എണ്ണി പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ക്ലിയർ ആയില്ലേ മക്കളെ? ഉണ്ട്. ഇനി തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇതാണ് പൊതുവായിട്ടുള്ള പാറ്റേൺ. ഒറ്റൊറ്റ ചോദ്യങ്ങളായിട്ടും വരാം, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരാം. 14 മാച്ച് ദി ഫോളോയിങ് അടക്കം വന്നിട്ടുള്ള സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. മടി വിചാരിക്കേണ്ട, ഞാൻ പറഞ്ഞ തെറ്റോ അത് തെറ്റിയോ എല്ലാവരും എന്ത് വിചാരിക്കും, എനിക്കിതറിയൂ, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ഉത്തരം പറയാം. ഇനി ഇതിലെ മൊത്തത്തിന്റെ ഉത്തരം അറിയില്ല, ഇപ്പൊ A എന്നുള്ളത് 3 ആണ് എന്ന് എനിക്കറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉത്തരം പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണേ. അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉത്തരം പറയാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ ABCD എന്നീ 4 ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളതും പറയാം. തെറ്റണെങ്കിൽ തെറ്റിക്കോട്ടെ, നമ്മൾ തെറ്റ് തിരുത്തി നമ്മൾ പഠിക്കും. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിലെല്ലാത്തും ഉണ്ട്. അതായത് സൈക്കോളജി ഉണ്ട് ഇതിന്റെ ഉള്ളില്, ടീച്ചിങ് ഉണ്ട് ഇതിന്റെ ഉള്ളില്, പുസ്തകത്തിന്റെ പേരുണ്ട് ഇതിന്റെ ഉള്ളില്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയാണ്. ഒരു ഏരിയ മാത്രം, സൈക്കോളജിയിലെ തിയറീസ് മാത്രം, അങ്ങനെയൊന്നല്ല വന്നിരിക്കുന്നേ. അവിയല് പരുവത്തിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ ഈ ഏരിയസിലൂടെ ഒക്കെ, സൈക്കോളജിയിലൂടെ അതായത് ലേണിംഗ് തിയറീസിലൂടെ കടന്നു പോകണം, പുസ്തകത്തിന്റെ പേരിലൂടെ അതായത് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിലൂടെ നമ്മൾ കടന്നു പോകണം,
തിയറീസിലൂടെ കടന്നു പോകണം. ഇവിടെ ഇപ്പൊ അതുലയും ബിനിയും എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓപ്ഷൻ സി തന്നെയാണോ? എന്റെ പേരുള്ള ഒരാളുണ്ടല്ലോ ഭാഗ്യ ഓപ്ഷൻ സി ആണ് പറയുന്നത്. ജ്യോതി ഓപ്ഷൻ സി പറയുന്നുണ്ട്. ആര്യ ഓപ്ഷൻ സി പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണോ? നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ? ആൻസർ സ്ലൈഡ് പ്ലീസ്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ തിയറിയാണ്? പിയാഷെയുടെ തിയറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ A3 ആണ്. ഇനി പെഡഗോജി ഓഫ് ഒപ്രസ്ഡ്, അതെന്താണ്? പുസ്തകത്തിന്റെ പേരാണ്. ആരുടെ? പൗലോ ഫ്രെയറിന്റെ ആണ്. അപ്പൊ പൗലോ ഫ്രെയറിന്റെ തിയറിയുടെ പേരെന്താ മക്കളെ? പറഞ്ഞേ. പെഡഗോജി ഓഫ് ഒപ്രസ്ഡ് എന്നുള്ളത് പൗലോ ഫ്രെയറിന്റെ പുസ്തകത്തിന്റെ പേരാണ്. അപ്പൊ പൗലോ ഫ്രെയർ മുന്നോട്ട് വെക്കുന്ന ഒരു തിയറി ഉണ്ട്. എപ്പോഴും ചോദ്യം വരുന്നതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ജനറൽ പേപ്പറിലെ മോസ്റ്റ് റിപ്പീറ്റഡ്. യെസ്, വെരി ഗുഡ് ബിനി. ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ള ആശയം നമ്മൾ അത് പഠിച്ചു വെക്കും. പക്ഷെ ആളുടെ പുസ്തകം നമ്മൾ ചിലപ്പോൾ വിട്ടുപോകരുത്. അപ്പൊ ഇപ്രാവശ്യം പരീക്ഷയിൽ ഇത്തരത്തിലുള്ള നമ്മളൊന്ന് ട്വിസ്റ്റ് അടിക്കുന്ന, മറ്റേ സിനിമയിൽ സലീം കുമാർ പറയുന്ന പോലെ ട്വിസ്റ്റ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണിത്. ഇനി ഐഡന്റിറ്റി ആൻഡ് ലൈഫ് സൈക്കിൾ എന്നുള്ളത് ആരുടെ തിയറിയാണ്? ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് ആ ആശയം എന്ന് പറയുന്നത്? എറിക്സന്റെ ആണ്. മൈൻഡ് ഇൻ സൊസൈറ്റി എന്നുള്ളത് ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ്. അപ്പൊ നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾ നോക്കൂ. ഇത് തിയറിയുടെ ഉള്ളിൽ നിന്ന് ഇൻഡെപ്ത് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ വെറുതെ തിയറി പഠിച്ചാൽ പോരാ, ആശയവും നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഈ ചോദ്യം ഞാൻ എടുക്കാനുള്ള കാരണം ഇതിലെ ടീച്ചിങ് വന്നു, എല്ലാ കാര്യങ്ങളും വന്നു. അടുത്ത ചോദ്യം നോക്കിയേ, തിയറിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നോക്കൂ, അവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിമൈൻസ് ദി വീക്ക് ലിങ്ക് ഇൻ അവർ എഡ്യൂക്കേഷണൽ മൈനോറിറ്റി. ദിസ് സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ, ഇത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത്? മുതലിയാർ കമ്മീഷൻ, ഹാർഡോഗ് കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പറഞ്ഞേ മക്കളെ. ഈ സ്റ്റേറ്റ്മെന്റ് ആരുടെയാണെന്നുള്ളത് നമ്മൾ എന്തൊക്കെ പഠിച്ചു വെക്കും? കമ്മീഷൻ പഠിച്ചു വെക്കും. അത് ഏത് വർഷം വന്നു എന്ന് പഠിച്ചു വെക്കും. അതിന്റെ ചെയർമാൻ ആരാണ് എന്ന് പഠിച്ചു വെക്കും. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെന്ന് പഠിച്ചു വെക്കും. പക്ഷെ അത് മാത്രം പോരാ, ഇത്തരത്തിലെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഞാൻ ഒരു ചോദ്യം എക്സ്ട്രാ ഒരെണ്ണം കൂട്ടിച്ചേക്കട്ടെ. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ഏത് കമ്മിറ്റിയുടെ തിയറിയാ? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞു. എന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ഒരെണ്ണം ചോദിച്ചു എന്നേ ഉള്ളൂ. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. യെസ്, വെരി ഗുഡ് ഗ്രീഷ്മ. യശ്പാൽ കമ്മിറ്റിയുടെ ഏതാണ് അല്ലെ? അപ്പൊ ഇത്തരത്തില് ഇൻഡീപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യം മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പ് നടന്ന സെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ഈ ഒരു ചോദ്യം റയർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയും ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചിട്ട് ഇൻഡെപ്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൻസർ സ്ലൈഡ് പ്ലീസ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ സി, രാധാകൃഷ്ണ കമ്മീഷൻ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള രാധാകൃഷ്ണ കമ്മീഷൻ. അപ്പൊ ഇങ്ങനെയും ഡീപ്പായിട്ട് നമ്മൾ നോക്കണം. നോക്കൂ, യെസ്, അടുത്ത സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ എന്താണ് സിലബസ് എന്ന് മനസ്സിലായി, ചോദ്യം ഇങ്ങനെ വന്നു എന്ന് മനസ്സിലായി. ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ പഠിക്കണം? സ്ലൈഡ് പ്ലീസ്. എങ്ങനെ പഠിക്കണം? കുറെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ആയി. പക്ഷെ ഇപ്പോഴേ തല പുകയുന്നവരുണ്ടായിരിക്കും. ഈശ്വര, ഇത്രയും കാര്യങ്ങൾ പഠിക്കണോ? ആ ഒരു ടെൻഷൻ ആദ്യം ഒഴിവാക്കുക. ആ ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ആ ടെൻഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു പരിപാടി ചെയ്യണം. ഈ സിലബസ് എടുക്കുക, സിലബസ് പ്രിന്റ് എടുക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിലബസ് പ്രിന്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ സ്ട്രെങ്ത് ഏരിയാസ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ 6 യൂണിറ്റില് നിങ്ങൾക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞേ. ഈ 6 എണ്ണത്തില് ഏതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയാസ് എന്നുള്ളത്? ഒന്ന് പറഞ്ഞേ. ടീച്ചിങ് എന്റെ സ്ട്രെങ്ത് ഏരിയ ആണെന്ന് ജ്യോതി പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറ, വേഗം പറ. സൈക്കോളജി ആണെന്ന് ഗ്രീഷ്മ പറയുന്നുണ്ട്. പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ട്, അതായത് ഇത് എനിക്ക് കിട്ടും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി, ഫിലോസഫി ആണെന്ന് അലീന പറയുന്നുണ്ട്. ശ്രുതി ടീച്ചിങ് ആണ് എന്ന് പറയുന്നുണ്ട്. യെസ്, നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതായത് ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ എനിക്ക് കിട്ടാറുണ്ട്, ഇതിന് നല്ലൊരു ബേസ് എന്റെ കയ്യിലുണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. അപ്പൊ സ്ട്രെങ്ത് ആയി. ഇനി അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. പറഞ്ഞ മക്കളെ, വീക്ക്നെസ് എന്തൊക്കെയാ? ഈ സംഭവം എനിക്ക് കിട്ടില്ല ടീച്ചറെ, അല്ലെങ്കിൽ ഈ സംഭവം ഞാനുമായിട്ട് അധികം ചേരില്ല, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ തന്നാൽ അതിൽ 2 എണ്ണം എനിക്ക് ശരിയാവുന്നുള്ളൂ. അതും ഞാൻ ചിലപ്പോൾ കറക്കി കുത്തി ശരിയാക്കണതായിരിക്കും.
അങ്ങനെ തെറ്റുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിങ് ആണ് വീക്ക് ഏരിയ എന്ന് ഗ്രീഷ്മ പറയുന്നുണ്ട്. GK ആണ് അലീന, റീസണിങ് ആണെന്ന് സൗമ്യ, മാത്സ് ആൻഡ് GK ആണെന്ന് അപർണ, കറണ്ട് അഫയേഴ്സ് ആണെന്ന് പറയുന്നു ദൃശ്യ GK ആണെന്ന് പറയുന്നു, ജ്യോതി ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നു. യെസ്, എഴുതി വെച്ചോ ജ്യോതിയും ഗ്രീഷ്മയും ശ്രുതിയും എല്ലാവരും എഴുതി വെച്ചോ. വീക്ക് ഏരിയാസ് അതെ ഫിലോസഫി ആണ് എന്ന് പറയുന്നു. നിങ്ങളുടെ വീക്ക് ഏരിയയും സ്ട്രെങ്ത് ഏരിയയും മനസ്സിലാക്കാം. അപ്പൊ ഇത് സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്ന സമയത്തും മത്സരിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇന്ന ഏരിയാസ് എന്റെ കയ്യിലുണ്ട്, അതായത് ഈ ഏരിയാസ് എനിക്കറിയാം, എന്റെ ബേസ് എന്റെ നോട്ട് എന്റെ ഇനി ഞാൻ പഠിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. മറ്റ് വീക്ക് ഏരിയ ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, എന്റെ കയ്യിൽ നോട്ടില് എങ്ങനെ ചോദ്യം വന്നാലും ഞാൻ തെറ്റിക്കാറുണ്ട്. അതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ. അത് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് കൃത്യമായിട്ട്, അതായത് വീക്ക് ഏരിയാസിനെ കുറച്ചധികം സമയം എന്ന് പറയുമ്പോൾ ഒരു 3 മാസം അതിന് വേണ്ടി മാത്രം ചെലവഴിക്കുക എന്നുള്ളതല്ല. നോർമൽ പഠിക്കുന്ന സമയത്തിൽ നിന്ന് നിശ്ചിതമായിട്ട് കുറച്ചധികം സമയം വീക്ക് ഏരിയാസിന് കൊടുത്ത് അത് വേഗം വേഗം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് സ്ട്രെങ്ത് ഏരിയാസ് റിവിഷൻ ചെയ്യരുത് എന്നല്ല. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, അത് നോക്കില്ല, അത് ഏറ്റവും അവസാനം അത് മറന്നു പോകും. സ്ട്രെങ്ത് ഏരിയാസും വീക്ക് ഏരിയാസും ഒരുപോലെ നിങ്ങൾ നോക്കിയിരിക്കണം. പഠിച്ചെടുക്കാൻ വീക്ക് ഏരിയാസ് കുറച്ച് സമയമുള്ളത് കൊണ്ട് എന്താണ് വീക്ക്നെസ് എന്നുള്ള ഭാഗവും നമ്മളൊന്ന് കുറച്ച് സമയം കൊടുത്തിട്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ വീക്ക് ഏരിയയും സ്ട്രെങ്ത് ഏരിയയും മനസ്സിലാക്കിയാൽ പഠനം ഡെയിലി റുട്ടീൻ ആക്കുക. ഒരു ദിവസം നിശ്ചിതമായിട്ടുള്ള ഇത്ര സമയം, ആ പഠിക്കാൻ ഇരിക്കുന്ന സമയം കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഞാനൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പഠിക്കാറുണ്ട്. ഇന്ന് എനിക്ക് പറ്റുന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് അരമണിക്കൂറാണ് എങ്കിൽ ആ അരമണിക്കൂർ കൃത്യമായിട്ട് പഠിക്കുക. ഇനി എങ്ങനെ പഠിക്കണം? നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. എങ്ങനെ പഠിക്കണം? നമ്മുടെ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി I+ന്റെ ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തും ആവട്ടെ, നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട്, ഇപ്പൊ ശിവരാജൻ സാറിനെ പോലെയുള്ള പുസ്തകങ്ങൾ B.Edന്റെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതർ യൂണിവേഴ്സിറ്റീസിന്റെ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അർജുന്റെ പുസ്തകം, അർജുൻ ബുക്സ് ഒക്കെ ഉണ്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിലെ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് കീനോട്ട് ചെയ്തെടുക്കണം. നിർബന്ധമായിട്ട് എഴുതിയെടുക്കണം. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള പ്രിപ്പറേഷന്, ഫൈനൽ റൗണ്ട് റിവിഷന്, ക്വിക്ക് റിവിഷന് ഏറ്റവും ഹെൽപ്പ് ചെയ്തായിരിക്കും. അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ എല്ലാ B.Edന്റെ പുസ്തകം വലിച്ചിട്ട് അത് കുറച്ച് നോക്കി ഇത് കുറച്ച് നോക്കി, അങ്ങനെയല്ല. ഒരു പുസ്തകം, കുറച്ച് കട്ടിയുള്ള കുറച്ചൊരു പുസ്തകം തന്നെ എടുക്കുക. ഇതിനു വേണ്ടി മാത്രം കൃത്യമായിട്ട് നോട്ട് എഴുതുക, പഠിക്കുക. അല്ലാണ്ട് B.Edന്റെ ആ ടെസ്റ്റ് കുറച്ച് പഠിച്ചു, ഈ നോട്ട് കുറച്ച് പഠിച്ചു, മറ്റേ സെമസ്റ്ററിന് കുറച്ച് പഠിച്ചു, അങ്ങനെയാവരുത്. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് കൃത്യമായിട്ട് നോക്കുക. എന്താ വെച്ചെങ്കിൽ 120 ചോദ്യത്തില് എങ്ങനെ പോയാലും 24-23 ചോദ്യങ്ങൾ റിപ്പീറ്റേഷൻ വരാറുണ്ട്, അല്ലെങ്കിൽ സെയിം ഏരിയ വരാറുണ്ട്. ചില ചോദ്യങ്ങൾ സെയിം ആയിട്ട് തന്നെ വരും. ഇനി ഏരിയാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30-32ഓളം ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് മാത്രം. ഇന്റലിജൻസ് തിയറി സ്ഥിരം ക്വസ്റ്റ്യനാ. അങ്ങനെ ഏരിയ വെച്ചിട്ട് നമുക്ക് പഠിച്ചൊരു 30 ക്വസ്റ്റ്യൻസ് ആക്കാറായിട്ട് പറ്റും. അങ്ങനെ തന്നെ നമ്മൾ പാസ്സായില്ലേ? നമ്മൾ പാസ്സായി. പ്രോപ്പർ റിവിഷൻ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അതാണ്. പലർക്കും തെറ്റുന്നത് എന്താണ്? സിലബസ് ഒക്കെ പഠിക്കും, നോട്ടൊക്കെ എഴുതും, റിവിഷൻ ചെയ്യില്ല. മക്കളെ റിവിഷൻ ചെയ്യണം. ഇനി I+ന്റെ കോഴ്സ് എടുക്കുകയാണ് എങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പക്കയായിട്ട് കിട്ടും. നമ്മുടെ സിലബസ് മുഴുവനായിട്ട് നമ്മൾ നോട്ട്, വീഡിയോ ക്ലാസ്, യൂണിറ്റ് ടെസ്റ്റ് ആ രീതിയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. എന്താണോ പരീക്ഷയ്ക്ക് വേണ്ടത് ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണ് നമ്മൾ വീഡിയോ ക്ലാസ്സിലും നോട്ടിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2016 സിലബസ് മാറിയത് മുതലുള്ള സകല ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് കോഴ്സിൽ അവൈലബിൾ ആണ്. പ്രോപ്പർ റിവിഷൻ, പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ വീക്ക്ലി റിവിഷൻ തുടങ്ങും, യൂണിറ്റ് റിവിഷൻ തുടങ്ങും. എല്ലാ ചോദ്യങ്ങളും റിവൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ റിവിഷൻ നമുക്ക് കൃത്യമായിട്ട് നടക്കും. ഏതൊരു ഡൗട്ട് എപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ക്ലിയറൻസിന് ഫാക്കൽറ്റി നമ്പർ തന്നിട്ടുണ്ടാവും. നിങ്ങൾ ചോദിക്കുക, കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എന്താണ് റിപ്ലൈ കിട്ടും. ജനറൽ പേപ്പറിന്റെ കാര്യത്തിൽ എനിക്കത് കോൺഫിഡന്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും, കാരണം ഞാനാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ I+ന്റെ വലിയൊരു പ്രത്യേകതയാണ് ആയിരക്കണക്കിന് വിന്നേഴ്സിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷ, അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അതുൽ സാറ് വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹാദരങ്ങളോടെ അതുൽ സാറിനെ ക്ഷണിക്കുകയാണ്. അതുൽ സാറിന്റെ ഇവിടെ ഹായ്, അതുൽ സാർ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഭാഗ്യ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നു നിങ്ങളോട്. ഇപ്പൊ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. നമ്മുടെ കുറെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടാത്ത ഒരുപാട് കുട്ടികൾ പുറത്തുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് ഈ പരീക്ഷ അടിച്ചെടുക്കണം. ഓക്കെ. അപ്പൊ ഞാൻ എപ്പോഴും സബ്ജക്ട് പാർട്ട് നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട്. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്ട് ഏത് വേണേലും ആവാം. സുവോളജി ആവാം, ബോട്ടണി ആവാം, പിന്നെ ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, മാത്സ് ആവാം, എക്കണോമിക്സ് ആവാം, എന്ത് വേണേലും ആവാം. അപ്പൊ ജനറലി നമ്മൾ സബ്ജക്ട് പഠിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ലവ് യുവർ സബ്ജക്ട് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ പ്രണയിച്ചു തുടങ്ങണം. പ്രണയിച്ച് നമ്മൾ കീഴ്പ്പെടുത്തണം. ഞാൻ അങ്ങനെയാണ് പറയുന്നത് കുട്ടികളോട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോ എല്ലാ ആളുകൾക്കും ഒരു ഇപ്പൊ ജനറൽ പേപ്പർ അത്യാവശ്യം കയറി വരും. പക്ഷെ മിക്ക ആളുകളും നമ്മളോട് പറയുന്നത് സാറേ സബ്ജക്ട് പേപ്പർ കുറച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ BEd ഒക്കെ പഠിക്കുമ്പോൾ PG ലെവലിലുള്ള കണ്ടന്റുകൾ നമ്മൾ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോ നമുക്ക് അതൊരു ടച്ച് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സബ്ജക്ട് പാർട്ട് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഫിസിക്സ് ആണ്, ഇപ്പൊ ഞാൻ ഫിസിക്സ് എടുക്കുന്നത്. ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഫിസിക്സിനെ ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെടുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ പാസ്സാകുക എന്നതിനപ്പുറം ഈ ഒരു പരീക്ഷ പാസ്സായാൽ നമുക്ക് എന്ത് കിട്ടും എന്നൊന്നും നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറയാറുണ്ട്, ഇത്തവണത്തെ സെറ്റ് പരീക്ഷ നിങ്ങൾ പാസ്സാണെങ്കിൽ അടുത്ത HSST നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ HSA എഴുതാം. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ലിസ്റ്റ് ഏതുവരെ ലിസ്റ്റ് ഉണ്ട്, ഏത് സെറ്റ് പാസ്സായാൽ എനിക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എനിക്ക് എഴുതാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു 6-7 മാസത്തിന് മുന്നിൽ ഒരു HSST ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടും. കാരണം നമുക്ക് ആ സെറ്റ് കിട്ടുകയാണെങ്കിൽ ആ HSST നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. നമുക്കിപ്പോ വെറുതെ സെറ്റ് കിട്ടി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സെറ്റ് കൊണ്ട് HSAയോ HSSTയോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോ അങ്ങനെ ഒരു മുന്നോട്ട് പരീക്ഷ പാസ്സാകുന്ന എന്നത് കടന്ന് അതിന്റെ മുന്നോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിന് കുറെ കൂടി ശക്തി കൂടും, കുറെ കൂടി വേഗത കൂടും. കാരണം നമുക്ക് പിന്നൊരു അവസരം ഇല്ല എന്നുള്ള ചിന്ത വരും നമുക്ക്. നിങ്ങൾക്ക് അറിയാലോ PSCയുടെ ഒക്കെ അവസ്ഥയൊക്കെ. ഒരു PSC ഒന്ന് വിളിച്ചാൽ പിന്നെ 3-4 വർഷം കഴിയും. അപ്പൊ നമുക്ക് ആ PSC വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അത് പാസ്സായിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരണം. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത് ക്ലിയർ ആവണം, അത് ക്ലിയർ ആയാൽ എനിക്ക് ഇന്ന പരീക്ഷ എഴുതാൻ പറ്റണം. അപ്പൊ എല്ലാ സെറ്റ് എഴുതിക്കാൻ HSST ആണ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ പരീക്ഷ. അപ്പോ അത് മനസ്സിൽ വരണം അല്ലെ. ജൂനിയർ പോസ്റ്റിൽ കയറി അവിടെ നിന്ന് തന്നെ ഗസറ്റഡ് ഒക്കെ ആയിട്ട് വലിയ ശമ്പളം വാങ്ങിക്കാവുന്ന ജോലിയിലേക്ക് കയറാൻ പറ്റണം. ഞാൻ പറയാറുണ്ട്, ഇപ്പൊ ചില കുട്ടികൾ UP സ്കൂൾ അസിസ്റ്റന്റ് ഒക്കെ എഴുതി കയറുന്ന കുട്ടികളുണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പം കയറിയിട്ടുണ്ടാവും. ഹൈസ്കൂളിൽ HSA എഴുതി കയറിയിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വാശി വരണം. അതായത് അതിനും ഒരു പടി മുകളിൽ നമ്മൾ എത്തണം എന്നുള്ള ചിന്ത വരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെക്കാൾ മുന്നേ ജോലിക്ക് കയറിയ ആളും അതിനുശേഷം നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് നിങ്ങൾ അതിന്റെ മുകളിലെ പോസ്റ്റിൽ, അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി സീനിയർ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ താഴെയുള്ള കരിയറിലുള്ള ആളുകൾ അവിടുന്ന് പ്രൊമോഷൻ കിട്ടിയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള വാശിയൊക്കെ നമ്മുടെ മനസ്സിൽ, അതായത് എന്താണ്, ദോഷമില്ലാത്ത വാശിയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കണം നമ്മൾ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. ഈ സമയം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളൊരു പരീക്ഷ വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റിവിഷൻ ചെയ്യണം. ഇപ്പൊ നമ്മുടെ HSSTയുടെ ക്ലാസ്സുകൾ ചെയ്യുമ്പോഴും സയന്റിഫിക് ഓഫീസറിന്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുട്ടിയോട് പറയാറുണ്ട്, അതായത് ഒരു 100 തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 5-ൽ വരും എന്ന് ഞാൻ ഇവിടെ പറയാറുണ്ട്. ഒരു 100 തവണ നിങ്ങൾ റിവൈസ് ചെയ്യണം. അതായത് നമ്മൾ വേഗത്തിൽ പഠിച്ചു തീർക്കണം ആദ്യത്തെ റൗണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ റിവൈസ് ചെയ്യാൻ തുടങ്ങണം. എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് മാറും ഇതിൻ്റെ അകത്ത്. കാരണം നമുക്കൊരു ചോദ്യം വായിച്ച് തീരുമ്പോൾ തന്നെ അതിന്റെ ഉത്തരം കിട്ടണം. കാരണം സമയം അത്രയേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അപ്പോ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സ് ഉത്തരം നമ്മുടെ അടുത്തേക്ക് എത്തിക്കും. നിങ്ങൾ 100 തവണ പഠിച്ചിട്ടുള്ള സാധനമല്ലേ, വായിച്ചു തീരുന്നതിന് മുമ്പ് നമുക്ക് ഉത്തരം നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ സ്റ്റെപ്പ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈ എഴുതി തുടങ്ങും. ഇതൊക്കെ അനുഭവങ്ങളാണ്, കൃത്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞാല് ഏറ്റവും അവസാനം ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോലെയുള്ള പരീക്ഷകൾ പിന്നെ നമുക്ക് 3ാമത്തെ റാങ്കും 4ാമത്തെ റാങ്കും കിട്ടിയിരുന്നു നമ്മുടെ കുട്ടികൾക്കാണ്, നമ്മുടെ കോച്ചിങ് എടുത്ത കുട്ടികൾക്ക്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളൊരു 3ാം റാങ്ക് കിട്ടിയ കുട്ടിയുടെ വീട്ടിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോയി. അപ്പോ
ആ കുട്ടി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ആ നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് 2 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പല ആളുകളും അയ്യോ 2 വേക്കൻസി അല്ലേ ഉള്ളൂ, ഇത് എന്തോ ചെയ്യാനാ, നമ്മൾ എഴുതിയാൽ കിട്ടുമോ, ആയിരക്കണക്കിന് ആളുകളല്ലേ ഇത് എഴുതുന്നേ, എങ്ങനെയാ ശരിയാവണേ എന്ന് എല്ലാവരും ചിന്തിച്ചു. പക്ഷെ ഈ കുട്ടി ചിരിച്ച് നേരെ തിരിച്ചാ. ഈ കുട്ടി ചിരിച്ചറിയോ, ഞങ്ങൾ പറഞ്ഞു സാറേ 2 വേക്കൻസിയേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതിലൊരെണ്ണം ഞാനാകാമല്ലോ, അതൊരു ചാൻസ് അല്ലേ, ഒരു പോസിബിലിറ്റി അല്ലേ, ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചു എന്ന്. ആ ഒരാൾ ഞാനാണ്. ആ ഒരു ചിന്തയും തുടങ്ങിയ പഠിത്തമാണ്. പിന്നെ നന്നായിട്ടിരുന്ന് പഠിച്ചു. അപ്പോ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ എഴുതിയാൽ 100% കിട്ടും എന്നൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മനസ്സിൽ വരുത്തണം. അപ്പൊ നമ്മൾ പോലും അറിയാതെ എന്താണ്, നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം എന്താണോ തോന്നിക്കുന്നത് അതിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്യിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഇതുണ്ടാവും. അല്ലാതെ പരീക്ഷയ്ക്ക് 6 മാസം മുന്നേ ഒത്തോണം കിട്ടിയില്ല, ഇതാണ് അവസ്ഥ, അടുത്ത പ്രാവശ്യം ഇതൊക്കെ തന്നെ ആവും അവസ്ഥ, അല്ലെങ്കിൽ ആവുമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ ഏറ്റവും ആദ്യം ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അടുത്ത പരീക്ഷ എനിക്ക് കിട്ടും എന്നൊരു 5% ആളുകളാണ് പാസ്സാകുന്നത്. ആ 5% ഞാനുണ്ട് എന്നങ്ങ് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയണ്ടാവില്ല, ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഒന്നും അറിയണ്ടാവില്ല, ഇതെന്താ ഏതാണെന്നും അറിയണ്ടാവില്ല. പക്ഷെ ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, എന്താ, ഇതെനിക്ക് കിട്ടും എന്ന് നിങ്ങൾ മനസ്സിൽ ആദ്യം ഉറപ്പിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കിട്ടുമെന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പതുക്കെ പഠിച്ചു തുടങ്ങുക. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോഴും എന്ത് പഠിക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കരുത്, കാരണം നമ്മുടെ മനസ്സിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ് അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ ഇപ്പോ നമ്മള് 100 പേര് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും, ഒരാൾ പോലും ഇതിൻ്റെ അകത്ത് ഒഴിയാൻ പാടില്ല. എല്ലാ ആളുകളും ഇത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം തുടങ്ങണം. നമ്മൾ ഇതൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. നമ്മൾ ഈ കുറെ കുട്ടികൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് പഠിക്കുകയും അവരുടെ വിജയവും അവരുടെ തോൽവിയും ഒക്കെ കണ്ട് നമ്മളിത് അനലൈസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പലതും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ലീഗൽ മെട്രോളജി കുട്ടിന്റെ വീട്ടിൽ ഇന്റർവ്യൂ പോയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറയുകയും ചെയ്തു, ദൈവമേ, ആ കുട്ടിക്ക് അത് കിട്ടാനുള്ള റീസൺ ആ കുട്ടിയുടെ ആ ഒരൊറ്റ ചിന്തയിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ്. ഇപ്പൊ ഇനി ഞാൻ എന്റെ സെറ്റ് പഠിക്കുന്ന കാലത്തെ കഥയും ഞാൻ പറഞ്ഞത്, ഞാൻ സെറ്റ് ഒരു വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഞാനപ്പോൾ എനിക്ക് സബ്ജക്ട് പാർട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ബി.എഡിന്റെ ഭാഗങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നല്ല പാടായിരുന്നു. ഞാൻ ശരിക്കും I+ന്റെ ക്ലാസ്സുകൾ, അലൻ സാറിന്റെ ക്ലാസ്സുകൾ ഞാൻ യൂട്യൂബിൽ, ഞാൻ അലൻ സാറിനെ അന്ന് കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ അലൻ സാറിന്റെ ക്ലാസ്സുകളാണ് ഞാൻ അന്ന് കണ്ടത്. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. കാരണം നാം സബ്ജക്ട് പാർട്ട് വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ ബി.എഡിന്റെ ഭാഗത്ത് എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ക്ലാസ് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിങ് തുടങ്ങി. അപ്പൊ ഇത് മതി, ഇതാണ് ഓക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. കറക്റ്റ് ആ പരീക്ഷ, അതായത് നമുക്കൊരു മിനിമം മാർക്ക് ഉണ്ടല്ലോ, ആ മിനിമം മാർക്കിനേക്കാൾ 30 മാർക്ക് കൂടുതൽ എനിക്ക് ജനറൽ പേപ്പറിനുണ്ടായിരുന്നു. ശരിക്കും പറയാൻ സബ്ജക്ട് പാർട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് ജനറൽ പേപ്പറിന് കിട്ടി. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ആ ഒരു മനസ്സ് അങ്ങനെ ആക്കിയതാണ്. എനിക്കിത് അറിയാം, ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ അനുഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊന്നും വലിയ കടമ്പയല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും സെറ്റ് പാസ്സായിട്ട് അടുത്ത SST പരീക്ഷ എഴുതി ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട്, ഞാൻ അങ്ങനെ പറയുള്ളൂ, ഏറ്റവും വലുത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സെറ്റ് പരീക്ഷ എന്തായാലും കിട്ടും. അപ്പോൾ മനസ്സിൽ അടുത്ത ഹയർ സെക്കൻഡറി അധ്യാപകയായിട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നത്, അല്ലെ, ഗവൺമെന്റ് സ്കൂളിൽ പോകുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇപ്പോഴും നിങ്ങൾ സബ്ജക്ട് പാർട്ടും ഈ പറയുന്ന ഭാഗ്യ ടീച്ചർ പറയുന്ന പോർഷനെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് HSST എഴുതുന്ന സമയത്തും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കാരണം കുറെ പോർഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും, സബ്ജക്റ്റിനുള്ള ടച്ച് ഉണ്ടാവും. അതാണ് ഇതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഏറ്റവും നന്നായിട്ട് എല്ലാ ആളുകളും പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും തരുന്നു. ഞാൻ ആദ്യം തൊട്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന ഒറ്റ കാര്യത്തിലാണ്, നമ്മുടെ മനസ്സിൽ ഒരു വലിയ കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ടാവണം. ഇത്തവണ നമുക്കിത് കിട്ടും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ 100 പേരുണ്ടെങ്കിൽ 100 പേരും ചിന്തിക്കുക നമുക്കിത് കിട്ടും എന്നുള്ളത്, കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി, അലൻ സാറ് ആരാ ഉള്ളേ? അലൻ സാറുണ്ടോ? ഓക്കെ, ശരി, താങ്ക് യു. അതുൽ സാറിന്റെ വാക്കുകൾക്ക് വളരെയധികം നന്ദി. വല്ലാത്തൊരു ഊർജ്ജമാണ് അല്ലെ അതുൽ സാർ പറഞ്ഞ പോലെ. ഈ സെറ്റ് നമുക്ക് സെറ്റ് ആക്കണം. ഇപ്പൊ ജനറൽ പേപ്പർ 1, ബോട്ടണി, കൊമേഴ്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മാത്സ്, മലയാളം, ഫിസിക്സ്, സൈക്കോളജി, സുവോളജി എന്നീ സബ്ജക്ട് പേപ്പറുകളിലെ നമുക്ക് ക്ലാസ് അവൈലബിൾ ആണ്.
അപ്പൊ കൃത്യമായിട്ട് എന്താണ് മോഡൽ ക്ലാസ്സുകൾ, മോക്ക് ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. അതുപോലെ യൂട്യൂബിൽ നമ്മൾ ധാരാളം ക്ലാസ്സുകളുണ്ട്. നമുക്ക് കണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് എന്താണ് വിളിച്ച് കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള തുടക്കം മുതൽ അവസാനം വരെ വളരെയധികം എനർജറ്റിക് ആയിട്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. എല്ലാവരും എന്താണ് പോസിറ്റീവ് ടീച്ചേഴ്സ് ആണ്. എല്ലാവർക്കും ഞാൻ ടീച്ചർ, ഞാൻ തുടക്കത്തിലെ വിഷയേണ്ടതായിരുന്നു, ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ പറയുകയാണ്. പിന്നെ അതായത് ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ച I+ ടീം, നമ്മുടെ അലൻ സാറ്, അതുപോലെ തന്നെ വിപിൻ സാറ്, അതുൽ സാറ്, ജ്യോതി സാറ്, നമുക്ക് നമ്മുടെ വിജയത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത നമ്മുടെ തന്നെ സ്റ്റുഡന്റ് ആയിട്ടുള്ള നിത്യ, എല്ലാവർക്കും എന്താണ് വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.